ആൻസി ഫൈറ്റ് ചെയ്യുന്ന ആൻസിക്ക് വേണ്ടി മാത്രമല്ല, ഇരകളായവരും ഇരകളാവാൻ സാധ്യതയുള്ളതുമായ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയാ. ആ മൂവ്മെന്റ് നയിക്കുന്ന സ്ത്രീയാണ് ഇരയായ പോരാളി. എന്തായാലും KGSനെ കാണും മുമ്പ് അതങ്ങ് ഉറപ്പിക്കേ. സാർ, ഇപ്പം ഞാൻ അദ്ദേഹത്തെ കാണണോ? കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മെയിലും വന്നിട്ടുണ്ട്. ഒരു ഉഗ്രൻ ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം കേട്ടോ. ആൻസി പ്രിപ്പയർ ആയിരിക്കും. ആൻസി അയാളോട്ട് മീറ്റ് ചെയ്തല്ലോ. അപ്പൊ സിജി ചെറിയാനും വീണ് കാണും അവളുടെ മുമ്പില്, അല്ലെങ്കിൽ വീഴ്ത്തി കാണും. ഒരു ചായ എടുത്തു. മോർണിംഗ് മോർണിംഗ്. സിജി ചെറിയാൻ വന്നില്ലല്ലോ സാറേ. ഇപ്പൊ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഫാമിലി വന്നിട്ടുണ്ട്, മീറ്റിംഗ് വേറൊരു ദിവസം ആക്കണമെന്ന്. അതിന് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനാ? ഞങ്ങളോട് പറഞ്ഞാ പോരെ കാര്യങ്ങള്. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനേ നേരിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തിടപാടുക്കുക? മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ്. മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വോയിസ് മെസ്സേജ് ആയി കൊടുക്കാം. ഇപ്പൊ അതല്ലേ എല്ലാരും ചെയ്യുന്നേ. അതെ അതെ. അപ്പൊ സനൽ സാറേ, സിജി ചെറിയാൻ ഇതിന്ന് ഒഴിവാവാനാണോ ഈ മെസ്സേജ് സാറിന് അയച്ചത്? അങ്ങനെ തന്നെ വിചാരിക്കണമല്ലോ. സിജി ചെറിയാനെ അവളോട് ഇത്തിരി സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് ഇന്നലത്തെ മീറ്റിംഗിൽ ഇരുന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, അവൾ ആരാ മിടുക്കി. ഈ കേസ് അവൾ അവളുടെ വഴിക്ക് തന്നെ കൊണ്ടുപോകും. നിങ്ങൾ ഇനി ആരെ കൊണ്ടുവന്നാലും. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്രേ എന്റെ അപ്രൂവൽ വാങ്ങാതെ ഒരു റിപ്പോർട്ടും മുകളിലേക്ക് പോകത്തില്ല. ഇന്നലെ തന്നെ 1-2 മാറ്ററുകൾ അവൾക്ക് അനുകൂലമായി അയാൾ ആടിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ തന്നെ ഞാനത് കട്ട് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ സിജി അത് എന്നോട് പറയാതെ SP-ക്ക് മെയിൽ ചെയ്തു. പക്ഷെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൽ SP-ക്ക് കിട്ടിയില്ലേ? അത് കുഴപ്പാവില്ലേ? കുഴപ്പമുണ്ട്. ഇനി ഞാനത് നോക്കിക്കോളാം. ഈ ഫേസ്ബുക്കിന്റെ IP നമ്പര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് മൂവ് ചെയ്താൽ പെട്ടെന്ന് ആളിനെ കണ്ടുപിടിക്കാം. ഏത് സോഴ്സിൽ നിന്നാണ്, ആരെ നമ്പറിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ. സിജി ഇപ്പോൾ ആ വഴിക്കാണ് മൂവ് ചെയ്യുന്നത്. അതിന് തടയിടണം. ആ അന്വേഷണം ഓപ്പൺ ആയ കുഴപ്പ. അതുകൊണ്ട് ആ അന്വേഷണം ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയെങ്കിലേ, അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിജി ചെറിയാന്റെ അന്വേഷണം വീഡിയോ പോസ്റ്റ് ചെയ്ത ഒറിജിനൽ ആളുടെ മുമ്പിൽ എത്തില്ലേ? ഉറപ്പായിട്ടും എത്തും. ആദ്യം അതപ്പോ കുഴപ്പമാവില്ലേ? ശരിയാ, മരുമോനാണെങ്കിൽ കുഴയുമല്ലോ. ആണെങ്കിൽ ഉറപ്പായിട്ടും കുരുങ്ങും. ഉറപ്പാ സാറേ, സംശയമില്ല. മരുമോനാ. സീഡാക്കിന്റെ ലാബിൽ പ്രോസസിംഗിന് പോയിട്ടുണ്ട്. റിസൾട്ട് വരാൻ ഒത്തിരി ദിവസം എടുക്കുവോ സാറേ? സാധാരണ 2-3 ആഴ്ച എടുക്കും. നമുക്ക് അതിനകത്ത് ആളുണ്ടല്ലോ. ഇത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവുമോ? പിന്നെ അവിടെ ഇരിക്കുന്നവന്മാര് കിഴങ്ങന്മാരല്ലേ, അവന്മാർക്ക് അറിയാൻ കാര്യങ്ങള്. കുഴപ്പമാവില്ലേ സാറേ? അപ്പോ കുഴപ്പമാകാതിരിക്കാനല്ലേ സാർ ഇടപെടാവെന്ന് പറഞ്ഞത്. സാറേ, പൈസ എത്ര വേണമെങ്കിലും മുടക്കാം. എന്താ വേണ്ടെന്ന് സാറ് പറഞ്ഞാ മതി. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പുലികളാ. അവന്മാർ ചില കാര്യങ്ങളിൽ വീഴും. വീഴാതെ എവിടെ പോകാനാ? അപ്പൊ നമുക്ക് സമാധാനമായിട്ടിരിക്കാലോ സാറേ. അങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. സൈബർ കേസ് എന്ന് വെച്ചാലേ നിസാര കേസല്ല. ഓരോന്ന് കുഴപ്പിക്കുമ്പോ ആലോചിക്കണം കേട്ടാ. മനസ്സിലായോ?